റാപ്പർ വേടനെ കുറിച്ചുള്ള പാഠഭാഗത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നു കേരള സർവകലാശാല. VC മോഹനൻ കുന്നുമ്മൽ അടിയന്തരമായി വിശദീകരണം നൽകാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരള സർവകലാശാല 4 വർഷ ഡിഗ്രി സിലബസിലാണ് വേടനെ കുറിച്ചുള്ള പാഠഭാഗം ഉൾപ്പെടുത്തിയത്. പാബ്ലോ നെരൂദയുടെ പേരിലുള്ള AI കവിതയിലും VC വിശദീകരണം തേടിയിട്ടുണ്ട്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഈ വേടനുമായുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിൽ ആ തുടക്കം മുതൽ തന്നെ BJP എതിർപ്പൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വേറെയാണ്. തുടരെ വേടനെതിരെ കേസുകൾ വരുന്നു. പ്രത്യേകിച്ച് പീഡന പരാതി അടക്കം കേസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് മോഹനൻ കുന്നുമ്മലിന്റെ വിശദീകരണം തേടൽ? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സേതു, ഇതിനു മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയും ഇത്തരത്തിൽ വേടനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാഠഭാഗം പുറത്തിറക്കിയിരുന്നു. പിന്നീട് ഇത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലും ഇത്തരത്തിൽ വേടനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാഠഭാഗം വന്നിരിക്കുന്നത്. കേരള സർവകലാശാലയുടെ 4 വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ 3ാം സെമസ്റ്ററിലാണ് വേടനെ കുറിച്ചുള്ള ഒരു പാഠഭാഗം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടുള്ള കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന പാഠഭാഗത്തിൽ ഡീകോഡിംഗ് ദ റൈസ് ഓഫ് മലയാളം റാപ്പ് എ ഡീപ് ഡൈവ് എന്ന ലേഖനത്തിൽ വേടനെ കുറിച്ച് പറയുന്നുണ്ട്. വേടനെ കുറിച്ചൊരു 6ഓളം സെൻറ്റൻസുകൾ, ഈ വാക്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ പാഠഭാഗമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഈ സംഭവത്തിലും അതിനോടൊപ്പം തന്നെ ഇതേപോലെ തന്നെ 4 വർഷ BA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 1ാം സെമസ്റ്റർ ഭാഗത്തിൽ പാബ്ലോ നെരൂദയുടെ എന്ന് പറയുന്ന ഒരു കവിത, അതൊരു AI കവിതയായിരുന്നു. പിന്നീട് സർവകലാശാല ഇത് മനസ്സിലാക്കി പിന്നീട് പാഠഭാഗം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പാബ്ലോ നെരൂദയുടെ AI കവിത എങ്ങനെ ഇത്തരത്തിൽ സിലബസിൽ വന്നതടക്കമുള്ള ഈ 2 വിഷയങ്ങളിലാണ് ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ വിശദീകരണം തേടിയിരിക്കുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളോട് അടിയന്തരമായി വിശദീകരണം നൽകാനാണ് നിലവിൽ നൽകിയിരിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും വൈസ് ചാൻസലർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സേതു, ശരി. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.